8 ശനീശ്വരൻ്റെ എനർജി. ഇത് ശനീശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജകൊട്ടാരവുമായിട്ട് പറയുമ്പോൾ മനസ്സിലാവാൻ വേണ്ടി ഞാൻ ആ ക്യാരക്ടർ പറഞ്ഞ സമയത്ത് ന്യായാധിപനാണ്. അത് ശനീനെ ഇപ്പം ജ്യോതിഷത്തിൽ നോക്കിക്കഴിഞ്ഞാലും ന്യായാധിപൻ തന്നെയാണ്, അതിൽ മാറ്റമില്ല. അപ്പം അദ്ദേഹം എവിടെ ഉണ്ടെങ്കിലും അതിനൊരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തേക്കണം. കാരണം അത് ന്യായാധിപനാണ്. കുറ്റം, ശിക്ഷ, ഇത് ഇവരുടെ മെയിൻ. ഈ ക്യാരക്ടറിനെ, അതായത് 8-ാം തീയതി ജനിച്ചവർ, 17-ാം തീയതി ജനിച്ചവർ, 26-ാം തീയതി ജനിച്ചവർ, ഈ 3 ഡേറ്റിൽ ജനിച്ചവർ ഈ ആറ്റിറ്റ്യൂഡായിരിക്കും. അപ്പോൾ എക്സ്ക്യൂസ് മീ. അപ്പം 8, 17, 26 ഈ 3 നമ്പറിലും ജനിച്ചവരുടെ ഈ ക്യാരക്ടർ എപ്പോഴും ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇവരെങ്ങനെ ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 4ൻ്റെ എനർജിയുമായിട്ട് നല്ല സാമ്യമുണ്ട്. ഇവരും എപ്പോഴും ശരിയും തെറ്റും നോക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൂടാതെ ഇവർക്കൊരു സ്വന്തം ഭാഗം അംഗീകരിക്കണം എന്നൊരു വാശി കൂടി ഇവർക്കുണ്ട്. പിന്നെ അതുകൂടാതെ ഇവർക്ക് കുറച്ച് ആൾക്കാരോട് സ്നേഹം, അനുകമ്പ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരാളുടെ തെറ്റായിട്ട് ഒരു സ്ഥലത്ത് ഒരാൾ ഇടപെടുന്ന കണ്ടു കഴിഞ്ഞാൽ ഇവരങ്ങോട്ട് ഇറങ്ങി പ്രതികരിക്കും. നിങ്ങൾ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ അവനോട് കുറച്ചുകൂടി കാരുണ്യം കാണിക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾ ഉപദ്രവിക്കുക, ഒരു മൃഗത്തിനെ ഉപദ്രവിക്കുക, ഇതിലൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടില്ല. അവർ ആ സമയത്ത് പ്രതികരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആവശ്യമോ അനാവശ്യമോ എന്നുള്ളത് വേറെ പ്രശ്നം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് ഇവർ എപ്പോഴും ടെൻഷൻ അടിക്കുന്ന ആൾക്കാരായിരിക്കും ഈ 8 എന്നുള്ളത്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.